എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 6ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂരമ്മയുടെയും അവിടുത്തെ ആചാരങ്ങളുടേതുമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പിന്നിൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ വികാരനിർഭരമായ കഥയുണ്ട്. ഭർത്താവായ കോവലനെ ചതിച്ചു കൊന്ന മധുര നഗരം മൊത്തം കത്തിച്ചു കളഞ്ഞ് കടുത്ത ക്രോധത്തോടെ ഒടുവിൽ കൊടുങ്ങല്ലൂരിൽ വന്ന് ദേവിയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം. ദേവിയുടെ ഈ രൗദ്രഭാവത്തെ ശാന്തമാക്കാനാണ് ഇവിടെ ഭരണി ഉത്സവം നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങാണ് കാവുതീണ്ടൽ. കൊടുങ്ങല്ലൂർ രാജാവ് ചുവന്ന പട്ടുകുട നിവർത്തുന്നതോടെ ചുവന്ന പട്ടുടുത്ത് കയ്യിൽ വാളേന്തിയ ആയിരക്കണക്കിന് കോമരങ്ങൾ തുള്ളി ക്ഷേത്രത്തിന് ചുറ്റും വലയം വെക്കുന്നു. തങ്ങളുടെ നെറ്റിയിൽ സ്വന്തം വാളുകൊണ്ട് വെട്ടി ചോരയൊഴുക്കി ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലേക്ക് വടികൊണ്ട് അടിച്ചാണ് അവർ കാവ് തീണ്ടുന്നത്. കണ്ടു നിൽക്കുന്നവരിൽ വല്ലാത്തൊരു ഭയവും ഭക്തിയും നിറക്കുന്ന കാഴ്ചയാണിത്. കൊടുങ്ങല്ലൂർ ഭരണിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഭരണിപ്പാട്ടുകൾ അഥവാ പരസ്യമായി പാടുന്ന തെറിപ്പാട്ടുകൾ. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ ദേവിയെ പ്രകീർത്തിച്ചും ഒപ്പം കടുത്ത ഭാഷയിലുള്ള പാട്ടുകൾ പാടിയുമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ഉള്ളിലെ സകല കാമക്രോധങ്ങളും നെഗറ്റിവിറ്റിയും വാക്കുകളിലൂടെ പുറന്തള്ളി ഭഗവതിക്ക് മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുക എന്നാണ് ഈ ആചാരത്തിൻ്റെ പൊരുൾ. ഭരണി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നടയടപ്പാണ്. കാവുതീണ്ടലിന് ശേഷം ക്ഷേത്രത്തിൻ്റെ നട 7 ദിവസത്തേക്ക് അടച്ചിടും. ആ ദിവസങ്ങളിൽ മനുഷ്യർക്കൊന്നും അവിടെ പ്രവേശനമില്ല. കാടുകളിൽ നിന്നും പ്രകൃതി ശക്തികളും വന്യദേവതകളും വന്ന് ക്ഷേത്രത്തിലെ അശുദ്ധി മാറ്റി പൂജകൾ ചെയ്യുമെന്നാണ് ഇവിടുത്തെ മറ്റൊരു നിഗൂഢമായ വിശ്വാസം. കൊടുങ്ങല്ലൂർ ഭരണിയുടെ തുടക്കം കുറിക്കുന്നത് കോഴിക്കല്ല് മൂടൽ എന്ന വിചിത്രമായ ഒരു ചടങ്ങോടെയാണ്. പണ്ട് കാലത്ത് ഇവിടെ നടന്നിരുന്ന മൃഗബലിയുടെ പ്രതീകമായി ഇന്ന് ക്ഷേത്രത്തിനു മുന്നിലെ കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് അതിനു മുകളിൽ പൂവൻ കോഴികളെ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ഇത് കഴിഞ്ഞാണ് വിഖ്യാതമായ ആ ഭരണിപ്പാട്ടുകളും കാവുതീണ്ടലും നടക്കുന്നത്. കാവുതീണ്ടൽ കഴിഞ്ഞ് നടയടച്ചാൽ പിന്നീട് 7 ദിവസം കഴിഞ്ഞാണ് നട തുറക്കുക. അന്ന് ദേവിയുടെ വിഗ്രഹത്തിലെ പഴയ ചന്ദനമെല്ലാം മാറ്റി രഹസ്യമായി തയ്യാറാക്കിയ പുതിയ ഔഷധക്കൂട്ടുകൾ ചാർത്തുന്ന തൃച്ചന്ദന ചാർത്ത് എന്ന ഒരു അപൂർവ പൂജയുണ്ട്. സാധാരണക്കാരായ പൂജാരിമാരല്ല, കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ നിശ്ചയിക്കുന്ന അടികൾ എന്ന് വിളിക്കുന്ന പ്രത്യേക വിഭാഗക്കാരാണ് അതീവ രഹസ്യമായി ദേവിയെ ശുദ്ധി വരുത്തി ഈ പൂജ ചെയ്യുന്നത്. ഉത്സവത്തിൻ്റെ അവസാന നാളുകളിൽ ദേവി ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ വേട്ടയ്ക്കിറങ്ങുന്ന പള്ളിവേട്ട എന്നൊരു ആചാരമുണ്ട്. ഇതിനൊപ്പം ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരിവരിയായി വന്ന് കുരുമുളകും മഞ്ഞളും വാരിയെറിയുന്ന കാഴ്ചയും കാണാം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ കുരുമുളകെറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാറാത്ത രോഗങ്ങളില്ലെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ പ്രധാന ക്ഷേത്രത്തിന് തൊട്ടടുത്തായി വസൂരിമാലാദേവി എന്നൊരു പ്രതിഷ്ഠ കൂടെയുണ്ട്. പണ്ടുകാലത്ത് നാടിനെ നടുക്കിയ വസൂരി പോലുള്ള മാറാവ്യാധികൾ മാറ്റിത്തരാൻ ഭക്തർ ഈ അമ്മയുടെ നടയിൽ മഞ്ഞൾപ്പൊടിയാണ് നേർച്ചയായി സമർപ്പിക്കുന്നത്. ഭക്തരെ ഒരു അമ്മയെപ്പോലെ കാത്തുരക്ഷിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസിൻ്റെ 8ാം ദിനമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.